everyone, welcome back to my YouTube channel. അപ്പോൾ ഞാൻ ഇന്നും കുറച്ച് ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ നിന്ന് മെഹന്തി റിമൂവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ടിപ്സിന്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. മെഹന്തിയുടെ ഡാർക്ക് കളർ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണണം. ആ വീഡിയോക്ക് നിങ്ങൾ നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. അതിനെല്ലാവർക്കും താങ്ക്യൂ. അപ്പോൾ ഇതിലൊരു 7 ടിപ്സാണ് വരുന്നത്. അതിലൊരു ടിപ്പ് ഞാൻ ചെയ്ത് കാണിക്കാം, ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഓരോ ടിപ്പും ഇതിൽ എഫക്റ്റീവ് ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ടിപ്സ് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ഒലിവ് ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും 1 ടേബിൾ സ്പൂൺ സോൾട്ടും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എവിടെയാണ് മെഹന്തി പോകേണ്ടത് ആ ഭാഗത്ത് അത് ഒന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു 15 മുതൽ ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് അത് കഴുകിക്കളയാം. ഇത് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ മെഹന്തി റിമൂവ് ആകും. പിന്നെ ഇതൊരിക്കലും സ്ക്രബ് ചെയ്യരുത്, അത് സ്കിന്നിന് പ്രോബ്ലം ആണ്. സെക്കൻഡ് ടിപ്പ് ലെമൺ ജ്യൂസ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം എടുത്ത് അതിലേക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ടൊരു 15 മുതൽ 20 മിനിറ്റ് വരെ നമ്മുടെ കൈ അതിൽ സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. കാരണം ലെമൺ നമ്മുടെ കൈ ഡ്രൈ ആക്കും. അപ്പോൾ ആ ഡ്രൈനെസ് പോകാൻ വേണ്ടിയിട്ടാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. ഇതൊരു 2 പ്രാവശ്യം ചെയ്യുമ്പോൾ മെഹന്തി റിമൂവ് ആകും. തേർഡ് ടിപ്പ് നമ്മൾ ചെയ്യുന്നത് ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇളം ചൂടുള്ള വെള്ളം ഒരു ബൗളിൽ എടുത്തിട്ട് അതിൽ നമ്മുടെ കൈ സോക്ക് ചെയ്ത് വെക്കുക. ഒരു 15 മിനിറ്റ് അങ്ങനെ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു സോഫ്റ്റ് സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് അതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മെഹന്തി റിമൂവ് ആകും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ചൂടുള്ള വെള്ളം എടുക്കരുത്, കൈ പൊള്ളും. അപ്പോൾ ഇളം ചൂടുള്ള വെള്ളം എടുക്കുക. പിന്നെ ഇത് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് കൈ ഒന്ന് മോയ്സ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൈൻ്റെ ആ ഡ്രൈനെസ് ഒക്കെ ഒന്ന് പോവും. ഫോർത്ത് ടിപ്പ് നമ്മൾ ചെയ്യുന്നത് സാൾട്ട് യൂസ് ചെയ്തിട്ടാണ്. കാരണം സാൾട്ട് നല്ലൊരു ക്ലെൻസറാണ്, അത് മെഹന്തി റിമൂവ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ട് സോൾട്ട് അതിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 20 മിനിറ്റ് നമ്മുടെ കൈ അതിൽ സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ടൊരു സോഫ്റ്റ് സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ മെഹന്തി റിമൂവ് ആയിക്കോളും. എന്നിട്ട് കൈ നന്നായിട്ട് വാഷ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൈ ഒരുപാട് സമയം ആ വെള്ളത്തിൽ ഇട്ട് വെക്കരുത്, കൈ ഡ്രൈ ആയി പോവും. ഇത് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. ഫിഫ്ത്ത് ടിപ്പ് ഫേഷ്യൽ ബ്ലീച്ച് യൂസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ഫേഷ്യൽ ബ്ലീച്ചൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് ആ ഫേഷ്യൽ ബ്ലീച്ച് തന്നെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ എവിടെയാണോ മെഹന്തി പോകേണ്ടത് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഡ്രൈ ആയതിൻ്റെ ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയുക. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് വെയിലൊന്നും തട്ടാതെ ശ്രദ്ധിക്കണം. സിക്സ്ത് ടിപ്പ് നമ്മൾ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് നിങ്ങളുടെ മെഹന്തി പോകേണ്ട ഭാഗത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു സോഫ്റ്റ് സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. അതിനുശേഷം അത് ഡ്രൈ ആയിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇത് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, ടൂത്ത് പേസ്റ്റ് നിങ്ങളുടെ സ്കിന്നിന് മാച്ച് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഈ റെമഡി ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്യണം. അത് നിങ്ങളുടെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ടിപ്പ് നമ്മൾ ലെമൺ ജ്യൂസും ബേക്കിംഗ് സോഡയും യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു ബൗളിൽ കുറച്ച് ബേക്കിംഗ് സോഡ എടുക്കുക. എന്നിട്ട് ഒരു പീസ് ലെമണും എടുത്തിട്ട് ഈ ലെമൺ നമ്മൾ ഈ ബേക്കിംഗ് സോഡയിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇതൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു പീസ് ലെമൺ ഉപയോഗിച്ചിട്ട് നമുക്ക് എവിടെയാണോ മെഹന്തി പോകേണ്ടത് ആ ഭാഗത്ത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതൊരുവിധമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു കുറച്ച് ടൈം കൂടി നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ മെഹന്തി ഒരുവിധമൊക്കെ റിമൂവായി. അപ്പോൾ ഇനി നമുക്ക് തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, അപ്പോൾ ഒന്നുമില്ല, എല്ലാം റിമൂവ് ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കൈ ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. കാരണം ബേക്കിംഗ് സോഡ നമ്മുടെ കയ്യിന് ഡ്രൈ ആക്കും. അപ്പോൾ ആ ഡ്രൈനെസ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഈ ടിപ്പ് എത്രത്തോളം വർക്കായിട്ടുണ്ടെന്ന്. ഈ ടിപ്പ് മാത്രമല്ല, ഞാൻ പറഞ്ഞ ഓരോ ടിപ്പ് ഇതുപോലെ വർക്കാവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എഫക്റ്റീവ് ആണ്, യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടേ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനിയും അടിപൊളി ടിപ്സായിട്ട് ഞാൻ വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന പുതിയ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണം. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.